Welcome to RK's Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം 26. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഇന്ത്യയിലെ ഈ ഗ്യാങ് ഒരു നാച്ചുറൽ വെറിക്നിക്കിന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. അത്തരമൊരു നാച്ചുറൽ വെറിക്നിക്കിന്റെ സവിശേഷതകളെ കുറിച്ച് നഞ്ചാപ്പ് ഒരിക്കൽ സംസാരിക്കുന്നതിനിടയിലാണ് മിലിക്ക് അത്തരത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടല്ലോ എന്ന കാര്യം രാകേഷ് അറിയാതെ പറഞ്ഞു പോകുന്നത്. മിലിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം സംസാരം തുടരുകയായിരുന്നു ജഗത്ത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അതിന്റെ പിന്നിലടങ്ങിയിരിക്കുന്ന അപകടത്തെപ്പറ്റി രാകേഷ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. നഞ്ചാപ്പിക്ക് മിലി ആ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരണമെന്നായി. അങ്ങനെ ചെയ്താൽ ആ ഗ്യാങ്ങിൽ അയാൾക്കുള്ള സ്ഥാനവും വർദ്ധിക്കുമത്രേ. ആ ഗ്യാങ്ങിൽ നഞ്ചാപ്പയുടെ സ്ഥാനം രാകേഷിനേക്കാൾ മുകളിലായിരുന്നുകൊണ്ട് നേരിട്ട് നഞ്ചാപ്പയെ എതിർക്കാനും അവന് സാധിക്കില്ലായിരുന്നു. അതോടെയാണ് രാകേഷ് മടിക്കേരിയിലെ ആ നൊട്ടോറിയസ് ക്രിമിനലായ ആ സെൽവനെ കൂട്ടുപിടിച്ചത്. അവർ രണ്ടുപേരും ചേർന്ന് നഞ്ചാപ്പയെ കൊല ചെയ്തെങ്കിലും മിലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നഞ്ചാപ്പ അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് തുടർന്ന് മിലിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നത്. ഇതിനിടയ്ക്ക് ആ ഗ്യാങ്ങിൽ കയറിപ്പറ്റാൻ എന്റേതായ രീതിയിൽ ഞാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. സംശയം തോന്നിയവരോടൊക്കെ അതിലുള്ള സാധ്യതകളെ പറ്റി ചോദിക്കുകയും ബ്ലാക്ക് മാജിക്കിൽ വളരെയേറെ താല്പര്യനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അതേക്കുറിച്ച് അറിഞ്ഞതുകൊണ്ടായിരിക്കും ആ പേപ്പർ കുട്ടേട്ടനെ ഏൽപ്പിക്കരുതെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞത്. മിലി ഇടയ്ക്ക് കയറി പറഞ്ഞത് കേട്ട് ജഗത്ത് തലയട്ടി. മേ ബി അന്ന് അപകടമുണ്ടായ രാത്രി മീരയോടൊപ്പം അവരുടെ വീട്ടിൽ പോയപ്പോ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് അത്രയും വലിയ ബംഗ്ലാവിൽ ഒരു പൂജാമുറിയോ ദൈവങ്ങളുടേതായ ഒരു പടമോ ഉണ്ടായിരുന്നില്ലെന്നതാണ്. അതോടെ രാകേഷിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കടലാസ് കഷ്ണത്തിൽ സൂചിപ്പിച്ചിരുന്ന SILV അവരുടെ വീടായ സിൽവർ സ്പ്രിംഗ് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. മുറിവിൽ മരുന്ന് വെച്ച് കെട്ടാനായി അവൾ മരുന്നെടുക്കാൻ പോയ സമയത്ത് അവളുടെയും ആ രാഘവേന്ദ്രന്റെയും മുറി ഞാനൊന്ന് ഓടിച്ചു പരിശോധിച്ചു. അവിടെ നിന്നും ചില ഹെൽ ഐക്കണുകൾ കൂടി ലഭിച്ചതോടെ ഞാൻ മീരയുടെ അടുത്ത് നേരിട്ടങ്ങ് മുട്ടി. എന്തും പറഞ്ഞുകൊണ്ട് ശൈലേന്ദ്ര സാർ എടുത്തു ചോദിച്ചു. ഇത്തരം ഐക്കണുകളെ കുറിച്ച് തനിക്കറിയാമെന്നും അത്തരമൊരു ബ്ലാക്ക് മാജിക് ഗ്യാങ്ങിൽ ചേരാൻ തനിക്ക് അതീവ താല്പര്യമുണ്ടെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. ആദ്യമൊക്കെ തനിക്ക് അങ്ങനെ ഒരു ഗ്യാങ്ങിനെ പറ്റി അറിയില്ല എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും കൂടുതൽ താല്പര്യത്തോടെ ഞാൻ ചോദ്യങ്ങൾ തുടർന്നപ്പോ ഒടുവിൽ അവൾ സമ്മതിച്ചു. പക്ഷെ യഥാർത്ഥത്തില് അവൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലെ താല്പര്യമില്ലെന്നും അച്ഛനെയും ചേട്ടനെയും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് അവൾ പറഞ്ഞത്. എന്നോടും അവൾ സംസാരിച്ചത് അത്തരം മാർഗത്തിലേക്ക് പോകരുതെന്ന് തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ആരെങ്കിലും കണ്ടുപിടിച്ച് ഞാനും ആ ഗ്യാങ്ങിൽ ചേരുമെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് വന്ന് ഇറങ്ങിയത്. സാധാരണ രീതിയിൽ ഒരാൾ അവരുടെ രഹസ്യങ്ങൾ അറിഞ്ഞ പിന്നെ അയാളെ അവര് വെച്ചോണ്ടിരിക്കത്തില്ലല്ലോ. അത്രയും നേരം നിശബ്ദയായിരുന്ന തനയായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. അതെ, പക്ഷെ എനിക്കെതിരെ അത്തരമൊരു ആക്രമണമൊന്നും ഉണ്ടായില്ല. അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല. മീര പറഞ്ഞത് സത്യമായിരുന്നു. ആ കുടുംബം ആ ഗ്യാങ്ങിൽ നിന്നും വിട്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ഓ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും നമ്മൾ ചോദ്യം ചെയ്തപ്പോ നിഷ്ഠി ആ രാഘവേന്ദ്രന്റെ പേര് പറഞ്ഞത്. അതെ സർ, അയാളെ കൊടുക്കാനും അയാളാണ് ഈ ഗ്യാങ്ങിന്റെ തലപ്പത്തുനിന്ന് വരുത്തി തീർക്കാനുള്ള പ്ലാൻ ആയിരുന്നു അവരുടേത്. അതിനിടയിലാണ് ഞാൻ ചെന്ന് ചാടിയത്. ശൈലേന്ദ്ര സാർ തല കുടഞ്ഞു. എല്ലാ കുടുക്കുകളും അഴിഞ്ഞു വരുന്നു തോന്നുന്നിടത്ത് നീ വീണ്ടും കൺഫ്യൂഷൻ ആക്കുകയാണല്ലോ ജഗത്തെ. അവൻ ചിരിച്ചു. പറയാം സാർ, തിരക്ക് പിടിക്കാതെ. അല്പം കുഴഞ്ഞു പറഞ്ഞൊരു പ്രശ്നം തന്നെയായത്. ശരി, പറയൂ. നിഷ്ഠിയെ നമ്മൾ ചോദ്യം ചെയ്ത സമയത്ത് അവളുടെ മോളെ വെച്ച് നമ്മൾ വിലപേശിയപ്പോ ആണ് അവൾ അരോമ എക്സ്പോർട്ടേഴ്സിന്റെ MD രാഘവേന്ദ്രന്റെ ആ പേര് പറയുന്നത്. അന്നേ എനിക്ക് സംശയം തോന്നിയിരുന്നു അത് മനഃപൂർവ്വം അയാളെ കൊടുക്കാൻ വേണ്ടിയുള്ള പണിയാണോ എന്ന്. യഥാർത്ഥത്തില് നിഷ്ഠി സ്വന്തം മകളോട് പോലും സ്നേഹമില്ലാത്തവളാണ്. ആ കൊച്ചിന്റെ കാര്യം അവൾ അന്വേഷിക്കാറ് പോലുമില്ല. അവൾ അന്ധമായ സാത്താന ആരാധനയിൽ മുഴുകി ജീവിക്കുന്നവളാ. അവളുടെ അടുത്ത് ഞാൻ ആദ്യമായി മിലിയെ വെച്ച് വിലപേശുന്നത്. മിലി ഒഴികെ ബാക്കിയുള്ളവരുടെ എല്ലാം നെറ്റി ചുളിഞ്ഞു. യെസ്, ആരോ അതിശയിക്കൊന്നും വേണ്ട. മിലിയെ അവരുടെ താവളത്തിൽ എത്തിക്കുകയാണെങ്കിൽ എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടണമെന്നതായിരുന്നു ഞാൻ പറഞ്ഞ ഡിമാൻഡ്. അത് അവൾ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീടുള്ള നാടകങ്ങളെല്ലാം അരങ്ങേറിയത്. അത് കേട്ട് ശ്രാവണി മിലിയുടെ കൈകൾ എടുത്തു പിടിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് അതൊക്കെ അറിയായിരുന്നോടാ? അവൾ തല കുലുക്കി. കുട്ടേട്ടൻ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞതാ. എനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് കുട്ടേട്ടൻ പറഞ്ഞു. എന്നിട്ട് നീ അത് വിശ്വസിച്ചോ വേണ്ടേ? കുട്ടേട്ടന് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കൊടുക്കും. പിന്നെയാ. ജഗത്തിനെ നോക്കി അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ നക്ഷത്രങ്ങളുടെ തിളക്കം കണ്ട് ശ്രാവണി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. എടാ ചെറുക്ക, പ്രണയമൊക്കെ പിന്നെ ആകാം. ആദ്യം നീ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേ.
ശൈലേന്ദ്രൻ സാറിന്റെ അക്ഷമം നിറഞ്ഞ ശബ്ദം കേട്ട് ജഗത്ത് മിലിയുടെ മുഖത്തു നിന്നും കണ്ണുകൾ പറിച്ചെടുത്തു. അതിനിടയ്ക്കാണ് നരേൻ കൊൽക്കത്തയിൽ എത്തുന്നതും ട്രാവൽ ഏജൻസി നടത്തുന്ന സുദീപ് ചാറ്റർജിയെ ഞങ്ങൾ രഹസ്യമായി ചോദ്യം ചെയ്യുന്നതും. ചോദ്യം ചെയ്യാൻ പോയപ്പോ കൂട്ടത്തിൽ സാധുറാമും ഉണ്ടായിരുന്നു. സാധുറാമിന് സുദീപ് ചാറ്റർജിയോട് വ്യക്തിപരമായ വിരോധം തന്നെ ഉണ്ടായിരുന്നു. കാരണം അയാളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ കൊന്നുകളഞ്ഞത് ഈ ചാറ്റർജിയുടെ ആൾക്കാരായിരുന്നു. ഉവ്, അക്കാര്യം ഞാൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതെ സാർ, സുദീപ് ചാറ്റർജിയെ പിടിച്ചൊന്ന് കുടഞ്ഞപ്പോ അയാളും ആദ്യം പറഞ്ഞ പേര് രാഘവേന്ദ്രന്റെ തന്നെയായിരുന്നു. അവരത് മനഃപൂർവ്വം പറയുകയാണെന്ന് അറിയാമായിരുന്നു കൊണ്ട് തന്നെ ചോദ്യം ചെയ്തത് അല്പം കൂടി കടുപ്പത്തിലാക്കി. അതോടെ അവൻ സത്യം തുറന്നു പറഞ്ഞു. രാഘവേന്ദ്രനെ കൊടുക്കാനുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു അവരുടേത്. അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭാഗ്യവശാൽ അവന്റെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന ഒരു സാറ്റലൈറ്റ് ഫോൺ ശബ്ദിച്ചത്. വല്ലാത്തൊരു നിമിഷമായിരുന്നു അത്. ആ ഓർമ്മയിൽ ജഗത്ത് അല്പനേരത്തേക്ക് നിശബ്ദനായി. ആ ഫോൺ കോള് ഞങ്ങൾ അവനെ കൊണ്ട് അറ്റൻഡ് ചെയ്യിച്ചു. ഒരു നോർത്ത് ഇന്ത്യക്കാരൻ സംസാരിക്കുന്നത് പോലെ തന്നെ കലർപ്പില്ലാത്ത ഹിന്ദിയിലാണ് ഫോണിൽ കൂടിയുള്ള സംസാരം കേട്ടത്. എന്തായിരുന്നു അത്? രാഘവേന്ദ്രനും കുടുംബവും രക്ഷപ്പെട്ടു കളഞ്ഞു എന്നായിരുന്നു ആ വിളിച്ചയാള് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പ്ലാനുകളൊന്നും നടക്കില്ലെന്നും, പക്ഷെ ഭാഗ്യവശാൽ ഇപ്പോ ആ ജഗത്ത് നമ്മുടെ കൂടെ ചേരാനായി നടക്കുന്നുണ്ടെന്നും, അവനെ നമ്മുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് അവനെ അങ്ങ് മുന്നിൽ നിർത്തി നമ്മളെ അന്വേഷിച്ച് നടക്കുന്നവന്മാർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്താൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളെല്ലാം മാറുമെന്നുമായിരുന്നു ആ വിളിച്ചയാള് ചാറ്റർജിയോട് സംസാരിച്ചത്. അതിനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്നുമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിപ്പിക്കുമ്പോൾ സുദീപ് ചാറ്റർജി പെട്ടെന്ന് എന്തോ ഓർക്കാതെ ജി മദൻജി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോൾ അവസാനിപ്പിച്ചത്. അപ്പോ തന്നെ സൈബർ സെല്ലിൽ നിന്നും എനിക്കുള്ള മെസ്സേജ് എത്തി. വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം സഫലമായി എന്ന് അറിയിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ മെസ്സേജ്. മടിക്കേരിയിൽ നിന്നും മറ്റൊരു സാറ്റലൈറ്റ് കോള് കൊൽക്കത്തയിലേക്ക് ഇപ്പോൾ നടന്നു എന്ന് കൂടി ഉണ്ടായിരുന്നു ആ സന്ദേശത്തിൽ. അതോടെ സുദീപ് ചാറ്റർജിയെ വിളിച്ചയാള് മടിക്കേരിയിലാണ് ഉള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അവർ തമ്മിലുള്ള ആ സംസാരം ഞങ്ങൾ കേട്ടതുകൊണ്ട് തന്നെ ചാറ്റർജിയെ പിന്നീട് വെറുതെ വിടാൻ സാധിക്കില്ലായിരുന്നു. കിട്ടിയ അവസരം സാധുറാം തന്റെ പക വിട്ടാൻ വിനിയോഗിക്കുകയും ചെയ്തു. ചാറ്റർജിയെ എന്നേക്കുമായി നിശബ്ദനാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അവന്റെ ബോഡി ആർക്കും കിട്ടാത്ത വിധം മറവ് ചെയ്യുന്ന കാര്യം സാധുറാം ഏറ്റെടുത്തു. മടിക്കേരിയിൽ നിന്നും ഫോൺ വന്ന ലൊക്കേഷനിൽ താമസിക്കുന്ന മദൻ എന്ന് പേരുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കലായിരുന്നു അടുത്ത പടി. നമ്മളന്ന് സർവോദനെ അന്വേഷിച്ചു ചെന്നപ്പോ പുറത്തു പോയിരുന്ന അയാൾ മടങ്ങി വന്നതും ആ സമയം അയാൾ പറഞ്ഞതും നീ ഓർക്കുന്നില്ലേ? ശ്രാവണി ഇടയ്ക്ക് കയറി ചോദിച്ചപ്പോ ദിനൂപ് തലകുലുക്കി. എന്താണ് അയാളെന്ന് പറഞ്ഞത്? ജഗത്ത് ചോദിച്ചു. ഞങ്ങള് അയാൾ അന്വേഷിച്ചു ചെന്നപ്പോ ഒരു പ്ലംബറുടെ വേഷത്തില് അയാൾ പുറത്തു നിന്ന് വരുന്നതായിട്ടാ ഞങ്ങൾ കണ്ടത്. രാഘവേന്ദ്രന്റെയും കുടുംബത്തെയും പറ്റി ഞങ്ങൾ പറഞ്ഞ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നാ അയാൾ ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞത്. ഒരുപക്ഷെ അപ്പോഴായിരിക്കും അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു എന്ന കാര്യം അയാൾ അറിഞ്ഞതും. ആവാം, പക്ഷെ രാഘവേന്ദ്രനും കുടുംബവും എങ്ങോട്ടാണ് മാറി നിൽക്കുന്നത് എന്ന് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നീ ബാക്കി കാര്യങ്ങൾ പറയൂ. ശൈലേന്ദ്രൻ സാറിന്റെ അഭിപ്രായ പ്രകാരം ബാക്കി സംഭവങ്ങൾ വിശദീകരിക്കാൻ ജഗത്ത് തയ്യാറെടുത്തു. ആ ഫോൺ സംഭാഷണത്തിനിടെ സുദീപ് ചാറ്റർജി സൂചിപ്പിച്ച മദൻ ആരെന്നറിയാനുള്ള അന്വേഷണമായിരുന്നു പിന്നീട്. സാറ്റലൈറ്റ് ഫോൺ വന്ന ലൊക്കേഷൻ ആസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിലെ മടിക്കേരിയിലെ ആ ലൊക്കേഷനിൽ ആകപ്പാടെ 2 മദന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ഡിക്റ്റേറ്റീവ് സർവമദനും മറ്റൊന്ന് മദൻ മോഹൻ മാളവ്യ എന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരനും. മദൻ മോഹൻ മാളവ്യയുടെ വീട് രഹസ്യമായി പരിശോധിച്ചപ്പോൾ അയാൾ വലിയൊരു വിഷ്ണു ഭക്തനാണെന്ന് അറിയാൻ സാധിച്ചു. അതോടെ അയാളെ ഒഴിവാക്കി സർവോദനിലായി സംശയം. പക്ഷെ പോലീസിലും രാഷ്ട്രീയത്തിലുമൊക്കെ നല്ല പിടിപാടുള്ള അയാളുടെ വീട്ടിൽ കയറി പരിശോധിക്കുക എന്നത് അല്പം പ്രയാസം പിടിച്ചൊരു കാര്യം തന്നെയായിരുന്നു. മാത്രമല്ല, ഒന്നാം തരം ഒരു ഡിക്റ്റേറ്റീവ് കൂടിയായ അയാൾക്ക് തന്റെ വീട്ടിൽ ആരെങ്കിലും രഹസ്യമായി കയറിയാൽ അത് അറിയാൻ സാധിച്ചേക്കുമെന്നൊരു സംശയം തോന്നിയതുകൊണ്ട് പിന്നീട് എന്ത് വേണമെന്നതായി ചിന്ത. വീടിനകത്ത് കയറി പരിശോധിക്കാൻ സാധിച്ചില്ലെങ്കിലും പുറമേക്ക് അയാളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയതിൽ നിന്നും അയാൾ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുള്ള ആളാണെന്നും കൂട്ടത്തിൽ റഷ്യയിൽ കൂടുതൽ പ്രാവശ്യം പോയിട്ടുണ്ടെന്നും മനസ്സിലായതോടെ അന്വേഷണം അയാളിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചു. രാഘവേന്ദ്രനെയോ അയാളുടെ കുടുംബാംഗങ്ങളെയോ കിട്ടിയാൽ മദനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ എളുപ്പമായെന്ന് കരുതി അന്വേഷിച്ചെങ്കിലും ആ കുടുംബം എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതായത് അവർ വിദേശത്തേക്ക് കടന്നിട്ടില്ല എന്ന് സാരം. അതെ സർ, ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോയിരുന്നെങ്കിൽ അത് എളുപ്പത്തിൽ അറിയാൻ സാധിച്ചേനെ. അവർ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷെ അവരുടെ പുറകെ പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മിലി അവർ തട്ടിയെടുക്കുന്ന സമയത്തുണ്ടായ അപകടത്തിൽ നരേൻ കോമയിലായി പോയതായിട്ട് അഭിനയിച്ചത്. അത് മനഃപൂർവ്വം അഭിനയിക്കുകയാണെന്ന കാര്യം രഹസ്യമാക്കി വെക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത വിശ്വസ്തരായ മെഡിക്കൽ ടീമിനെ തന്നെയാണ് ഉപയോഗിച്ചത്. എന്തായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്ന മോട്ടീവ്? സർവമദൻ എന്നെ കണ്ടുപിടിക്കാനായി മടിക്കേരിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത്
അയാളുടെ വീട്ടിൽ കയറി പരിശോധിക്കുക എന്നതായിരുന്നു നരേനെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം. കോമയിൽ കിടക്കുന്ന ആളായതുകൊണ്ട് തന്നെ നരേനെ അവർ ശ്രദ്ധിക്കില്ല എന്നത് ഉറപ്പായിരുന്നു. ബാക്കി ഞാനുമായി അടുപ്പമുള്ളവരെ മുഴുവൻ അവർ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓ, അപ്പോ അങ്ങനെയായിരിക്കും അയാളുടെ ആളുകൾ നിനക്കെതിരെ സംസാരിക്കാനായി ഞങ്ങളെയൊക്കെ സമീപിച്ചതും കാശ് നൽകി സ്വാധീനിച്ചതും അല്ലേ? ശൈലേന്ദ്രൻ സാറിന്റെ ചോദ്യത്തിന് അവൻ അതെ എന്ന് തലയാട്ടി. യെസ് സാർ. അവൻ ആളുകളെ സ്വാധീനിക്കുന്നത് രണ്ടു തരത്തിലാണ്. ആദ്യം കാശ് നൽകി വശത്താക്കാൻ ശ്രമിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഭീഷണിയായിരിക്കും. അതിനും വഴങ്ങാത്തവരെ അവരില്ലായ്മ ചെയ്യും. ഓ, 2 കോടിയായിരുന്നു എനിക്ക് കിട്ടിയ വാഗ്ദാനം. ഇതിനു മാത്രം കാശൊക്കെ അവന്മാരുടെ കയ്യിലുണ്ടോ? ഉണ്ട് സാർ. അവരുടെ ഗ്യാങ് റഷ്യയിലും ഇന്ത്യയിലും മാത്രമൊന്നും ഒതുങ്ങുന്നതല്ല, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണിത്. എന്തായാലും നീ നേരത്തെ സൂചന നൽകിയിരുന്നുകൊണ്ട് ഞങ്ങൾ കൃത്യമായി അവരോട് പ്രതികരിക്കാൻ സാധിച്ചു. ആദ്യമൊക്കെ വഴങ്ങാത്തതുപോലെ അഭിനയിച്ചിട്ട് പിന്നീട് അവർ കാശ് കൂട്ടിയപ്പോ നിനക്കെതിരെ സംസാരിക്കാമെന്ന് ഞങ്ങൾ അവരോട് സമ്മതിക്കുകയായിരുന്നു. എങ്കിലും മിലിയെ നിഷ്ടി കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് സാധുറാം നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നും സാധുറാം മരിച്ചിട്ടില്ല എന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്തായിരുന്നു എന്ന് മനസ്സിലായില്ല. അത് നിസ്സാരമാണ് സാർ. ഞാൻ പൊതുവെ കള്ളം പറയുന്ന ഒരാളാണെന്ന് വരുത്തി തീർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് സാക്ഷികളായി അതൊക്കെ കേൾക്കുന്ന ശ്രാവണിയും ദിനവും ഉണ്ടാകുമല്ലോ. നിങ്ങൾക്ക് കാശാണ് നൽകിയെങ്കിൽ അമ്മയെ അവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ആളുകളുടെ വിവരങ്ങൾ ചോർത്തിയത് ഞാനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവരുടെ തടവിൽ കിടക്കുന്ന എന്നെ കൊന്നു കളയുമെന്നതായിരുന്നു അവരുടെ ഭീഷണി. എന്നാൽ അത് ഞാനായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ആവശ്യം കഴിയുന്നതോടെ എന്നെ മോചിപ്പിക്കാമെന്നും അവരമ്മയോട് പറഞ്ഞു. അമ്മയുടെ സ്വാധീനം വെച്ചിട്ട് പോലും എന്നെ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന അവസ്ഥയിൽ അവരുടെ ആ ഭീഷണിയിൽ അമ്മ വീഴുകയും ചെയ്തു. അപ്പോ നിന്റെ ഈ പ്ലാനുകളെ പറ്റിയൊന്നും നീ അമ്മയോട് പറഞ്ഞിരുന്നില്ലായിരുന്നോ? ഇല്ല. ഹോസ്പിറ്റലിൽ നിന്നും ആ വിവരങ്ങൾ ചോർന്നതോടെ അമ്മയും സംശയത്തിന് നിഴലായിരുന്നു. പക്ഷെ അതൊക്കെ ചെയ്തത് ഹോസ്പിറ്റലിലെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന പ്രതാപ് ചാറ്റർജി ആയിരുന്നു. അതേക്കുറിച്ച് സംസാരിക്കാനായിട്ടാ അമ്മ അന്ന് എന്നെ വിളിച്ചത്. പക്ഷെ മിലിയെ അവർക്ക് കൈമാറുന്നതിന്റെ തിരക്കിനിടയിൽ എനിക്ക് അമ്മയോട് സംസാരിക്കാൻ സാധിച്ചില്ല. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടന്നെങ്കിലും ആ ഓപ്പറേഷനിൽ നമുക്ക് സാധുറാമിനെയും സെൽവനെയും നഷ്ടപ്പെട്ടു. കൂട്ടത്തിലുള്ളവരെയെല്ലാം കൊന്നുകളഞ്ഞിട്ട് എന്നെയും മിലിയെയും മാത്രം അവിടെ നിന്നും കടത്തുകയായിരുന്നു അവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. പശ്ചാത്താപത്തോടെ പറഞ്ഞു നിർത്തിയ ജഗത്തിന്റെ വാക്കുകളിലെ ദുഃഖം ഉൾക്കൊണ്ട് ബാക്കിയുള്ളവരും അല്പനേരത്തേക്ക് നിശബ്ദരായിപ്പോയി. അപ്പോ മദനെ ഇവിടെ നിന്ന് മാറ്റുവാനായിരുന്നു നീ അയാളെ തന്നെ കേസ് ഏൽപ്പിക്കാൻ പറഞ്ഞതല്ലേ? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ശ്രാവണി പറഞ്ഞത് കേട്ട് ജഗത്ത് തലകുലുക്കി. അതെ, മിലി അവർക്ക് കൈമാറുന്നതിന് പകരമായിട്ട് എന്നെ അവരുടെ സംഘത്തിലേക്ക് എടുക്കണമെന്ന് ഞാൻ നിഷ്ഠയോട് ആവശ്യപ്പെട്ടപ്പോൾ മുതൽ അവരുടെ പ്ലാൻ എന്നെ മുന്നിൽ നിർത്തി കളിക്കുക എന്നതായിരുന്നു. പക്ഷേ അവരുടെ ആ പ്ലാൻ അതുപോലെ തന്നെ അവർ നടപ്പാക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമായിരുന്നു. കാരണം ഇവിടെയുള്ള കൊലപാതകങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നത് എന്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്ലാക്ക് മാജിക് സംഘമായിരുന്നു എന്നും ആ സംഘം പോലീസ് കസ്റ്റഡിയിലായി എന്നും വരുത്തി തീർത്താൽ പിന്നെ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് അവരുടെ കൂട്ടരെല്ലാം ഒത്തുകൂടുമെന്നും ഞാൻ കണക്കൂട്ടി. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അവരുടെ ആ തീരുമാനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ കാണാതായതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ തന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നു എന്നും പറഞ്ഞ് സർവമതനെ സമീപിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അവരുടെ സംഘത്തിൽ ചേരാൻ താല്പര്യം പറഞ്ഞിട്ട് എന്നെ കാണാതായി എന്നും പറഞ്ഞ് അന്വേഷിക്കാൻ അയാളെ പോലെ പ്രഗത്ഭനായ ഒരു ഡിറ്റക്റ്റീവിനെ സമീപിക്കാൻ ഞാൻ തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സർവമതന് ഒരു കൺഫ്യൂഷൻ തോന്നും എന്ന് ഞാൻ കണക്കൂട്ടി. കാരണം അയാളെ ആരെങ്കിലും സംശയിക്കുന്നു എന്നൊരു സൂചന അയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അന്വേഷിക്കാൻ പറയുമ്പോൾ മനഃപൂർവ്വം അയാളുടെ ഗ്യാങ്ങിനെ കൊടുക്കാനുള്ള പ്ലാനുമായിട്ടാണോ ഞാൻ അവരുടെ ഗ്യാങ്ങിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും അയാൾക്ക് തോന്നാം. അതുകൊണ്ട് തന്നെ അയാൾ സുദീപ് ചാറ്റർജിയോട് സാറ്റലൈറ്റ് ഫോണിൽ കൂടി സംസാരിച്ചതുപോലെ എന്നെ ആ സംഘത്തിന്റെ തലവനായി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കുവാനുള്ള പ്ലാൻ അയാൾ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ വീട്ടിലൊരു അന്വേഷണം നടത്തിയാൽ അയാൾ എന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. ആ ലാപ്പിന്റെ പാസ്വേഡ് അയാളെ പോലെ പ്രഗത്ഭനായ ഒരാൾ എളുപ്പത്തിൽ തുറക്കുമെന്ന് കണക്കൂട്ടിയത് കൊണ്ടാണ് ആ റഷ്യൻ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചുള്ള പുസ്തകം ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം ലാപ്പിൽ സൂചിപ്പിച്ചിരുന്നത്. ഞാൻ കരുതിയതുപോലെ തന്നെ അയാൾ ആ ബുക്ക് കണ്ടെത്തുകയും ചെയ്തു. അയാൾ ആ ബുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ഇനി ജഗത്താണോ ഇതിന്റെയൊക്കെ തലവൻ എന്നൊരു ഡയലോഗ് പറയാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞേൽപ്പിച്ചിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൂടി കേൾക്കുന്നതോടെ അയാൾ ആ പ്ലാൻ അങ്ങ് ഉറപ്പിക്കുമെന്ന് ഞാൻ അങ്ങ് കണക്കൂട്ടി. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നഞ്ചപ്പയുടെ കയ്യിലുണ്ടായിരുന്ന ആ പുസ്തകം എന്റെ കയ്യിലെത്തി എന്നതും അയാളെ കുഴപ്പിച്ചു. ഞാൻ അവർക്കെതിരെയുള്ള കേസ് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി അവിടെ വെച്ച് അയാളുടെ ഉള്ളിലുണ്ടായി.
അതുകൊണ്ട് തന്നെ എന്നെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആ കേസിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് അയാൾ കണക്കൂട്ടിയിരിക്കാം. നിങ്ങളെയും കൂട്ടി അയാൾ കൊൽക്കത്തയിൽ എത്തും മുന്നേ തന്നെ അയാളുടെ ആളുകൾ ശൈലേന്ദ്രൻ സാറിനെയും അമ്മയെയും ഒക്കെ സമീപിച്ച് എനിക്കെതിരെ സംസാരിക്കാൻ ചട്ടം കിട്ടിയിരുന്നു. കാരണം പിന്നീടുള്ള കേസിന് നിങ്ങളായിരിക്കുമല്ലോ പ്രധാന സാക്ഷികള്. അത് മാത്രമല്ല, ജോയിന്റ് കമ്മീഷണർ വെങ്കടേഷ് സാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാര് തെളിവുകളോടെ എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കിയെന്ന് അയാളും അയാളുടെ മുകളിലുള്ളവരും വിശ്വസിക്കുകയും ചെയ്തു. അവർ ഈ കർമ്മങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതും അനുപമ എങ്ങനെ അവരുടെ നേതാവായി എന്നതും അറിയാൻ കഴിഞ്ഞില്ല എന്ന കാര്യങ്ങൾ ഒഴിച്ചാല് ബാക്കിയെല്ലാം തീർക്കാൻ നിനക്ക് സാധിച്ചല്ലോ. വെൽ ഡൺ മൈ ബോയ്. അവനെ അഭിനന്ദിക്കാൻ എന്നോണം ശൈലേന്ദ്രൻ സാർ എഴുന്നേറ്റു. ജഗത് അദ്ദേഹത്തെ കൈ ഉയർത്തി തടഞ്ഞു. കഴിഞ്ഞിട്ടില്ല സാർ. വാട്ട് നൗ? ആശ്ചര്യത്തോടെ ശൈലേന്ദ്രൻ സാർ അവനെ നോക്കി. സാർ ഇപ്പോ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാൾ കൂടിയുണ്ട്. വാട്ട്? യെസ് സാർ. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ. നരേൻ മദനന്റെ വീട് പരിശോധിച്ചപ്പോൾ കിട്ടിയതാ ആ വിവരം. എന്താണത്? അന്ന് മിലിയുടെ സഹോദരൻ രാകേഷിന്റെ കയ്യിൽ നിന്നും കിട്ടിയ കടലാസിലുണ്ടായിരുന്ന SILV എന്ന് തുടങ്ങുന്ന വാക്കുകള് നമ്മൾ കരുതിയതുപോലെ അരോമ എക്സ്പോർട്ടേഴ്സിന്റെ MD രാഘവേന്ദ്രന്റെ വീടായ സിൽവർ സ്പ്രിംഗ് ആയിരുന്നില്ല. പിന്നെ അത് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ദാദ്ര നഗർ ഹവേലി ജില്ലയുടെ ആസ്ഥാന നഗരമായ സിൽവാസയെ കുറിച്ചായിരുന്നു ആ തുണ്ടുകടലാസിൽ സൂചിപ്പിച്ചിരുന്നത്. നോ. ശൈലേന്ദ്രൻ സാർ ആശ്ചര്യത്തോടെ ജഗത്തിനെ പകച്ചു നോക്കി. അതെ സാർ, അത് നഞ്ചപ്പയ്ക്കും രാകേഷിനും അറിയാമായിരുന്നു. ഒരുപക്ഷെ രാകേഷിന്റെ കൊലയ്ക്ക് പിന്നിൽ അതും ഒരു കാരണമായിരുന്നിരിക്കാം. അപ്പോ പിന്നെ ആ കടലാസിൽ തന്നെ ഉണ്ടായിരുന്ന SOM എന്തിനാണ് സൂചിപ്പിച്ചിരുന്നത്? അത് ജഗത്ത് പറഞ്ഞു തീരും മുന്നേ അതിശക്തമായ ഒരു സ്ഫോടന ശബ്ദം അവിടെ മുഴങ്ങി. ആ ശബ്ദത്തിന്റെ തീവ്രതയിൽ എല്ലാവരും കാതുകുത്തിപ്പോയി. തീയും പുകയും പടർത്തിക്കൊണ്ട് ശൈലേന്ദ്ര സാറിന്റെ ആ ഫാം ഹൗസിന്റെ മുൻവാതിൽ തകർന്നു വീണു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച തോക്കുധാരികൾ ആ വാതിലിലൂടെ അകത്തേക്ക് പാഞ്ഞു കയറി. തുടരും. അടുത്തൊരു ഭാഗത്തോടുകൂടി നമ്മുടെ ഈ മടിക്കേരിൽ നിഗൂഢതകൾ എന്ന കഥ അവസാനിക്കുകയാണ് കേട്ടോ. കഥ ഇഷ്ടപ്പെടുന്നവർ അഭിപ്രായങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ദയവായി ലൈക്കെങ്കിലും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുകൂടാതെ സാധിക്കുന്നവർക്കൊക്കെ ഒന്ന് കഥയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക്